സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. OPയിൽ PG വിദ്യാർത്ഥികൾ മാത്രമുള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ, ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ധനവകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടുത്തി ഉദ്യോഗസ്ഥതല ചർച്ച നടത്തും. അലക്സറ മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഈ ഡോക്ടേഴ്സിൻ്റെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ സാധാരണ രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് മറ്റൊരു സത്യം. അലക്സ്, പറയൂ വിവരങ്ങൾ. തീർച്ചയായും സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം അക്ഷരാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഏറെക്കുറെ തന്നെ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. അതായത് നിലവിൽ സീനിയർ ഡോക്ടർമാർക്ക് പകരം OPയിൽ ഇരിക്കുന്നത് PG വിദ്യാർത്ഥികളാണ്, PG ഡോക്ടേഴ്സാണ്. സ്വാഭാവികമായി ആ ആളുകളുടെ എണ്ണത്തിൽ, OPയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4000 പേർ OPയിൽ എത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1200 പേർ മാത്രമാണ് എത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4500 വരെ പേർ പ്രതിദിനം OPയിൽ എത്തിയിരുന്നത് ഇപ്പോൾ 2500 കുറഞ്ഞിരിക്കുന്നു. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 80 മുതൽ 100 ശസ്ത്രക്രിയകൾ വരെ ഒരു ദിവസം നടന്നിരുന്നത് 10-ൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്രത്തോളം രൂക്ഷമാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി എന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നതാണ്. ഇന്ന് ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം, അതായത് അനിശ്ചിതകാല OP ബഹിഷ്കരണവും അതുപോലെ അനിശ്ചിതകാല അക്കാദമിക ബഹിഷ്കരണവും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയാ ബഹിഷ്കരണവും ഒക്കെ തുടരുന്നത്. അത് ഏതാണ്ട് ശസ്ത്രക്രിയാ ബഹിഷ്കരണം തുടങ്ങിയിട്ട് ഇന്ന് 7 ദിവസമാകുന്നു. OP ബഹിഷ്കരണം തുടങ്ങിയിട്ട് 10 ദിവസം ആകുന്നു. ഈ സമരത്തിനെയും തീർപ്പാക്കാതെ മുന്നോട്ട് പോകുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു, ആരോഗ്യവകുപ്പ് മന്ത്രി, ധനമന്ത്രിയും വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി. പക്ഷേ അതിലൊന്നും തീരുമാനമാകാതെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ വിഷയത്തിൽ തീരുമാനമാകാത്തതാണ് ആ സമരം ഇങ്ങനെ തുടർന്നു പോകാൻ കാരണം. സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചകളിലൊന്നും അത് ധാരണയാകാതെ പിരിയുകയായിരുന്നു. കാരണം നിലവിൽ ഡോക്ടർമാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാൻ തീരുമാനിച്ചാൽ ഖജനാവ് 450 കോടി രൂപയോളം മാറ്റിവെക്കേണ്ടി വരും. ഈ ഒരു സാമ്പത്തിക അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിന് അത്രയും വലിയ ഭീമമായ തുക മാറ്റിവെക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റേതെങ്കിലും ഫോർമുല ഉരുത്തിരിയുമോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന ചർച്ച. ഇന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സർക്കാർ ഡോക്ടേഴ്സിനെ അറിയിച്ചത് ഇന്ന് ഉദ്യോഗസ്ഥ തല ചർച്ച, അതായത് സർക്കാർ തലത്തിലൊരു ചർച്ച നടത്തും. ധനമന്ത്രിയും അതുപോലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ധനവകുപ്പ് സെക്രട്ടറിയുമായി ഒന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരത്തോടു കൂടി ഈ ഡോക്ടർമാരുടെ വിഷയം ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കും, ചർച്ച നടത്തും. ഇതിലേത് തരത്തിലുള്ള ഫോർമുല ഉരുത്തിരിഞ്ഞ് വരണം എന്നുള്ള കാര്യമായിരിക്കും സംസാരിക്കുക. അതിൽ തീരുമാനമായാൽ സർക്കാർ ഡോക്ടേഴ്സിൻ്റെ പ്രതിനിധികളെ സർക്കാർ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. അനുകൂല തീരുമാനമുണ്ടായാൽ മാത്രം സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് KGMCTയുടെ തീരുമാനം. അതല്ല എങ്കിൽ സമരം ശക്തമായി തുടരാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ പരീക്ഷാ ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കുമെന്ന് KGMCT നേരത്തെ ആഹ്വാനം നൽകിയിരുന്നു. പക്ഷേ സർക്കാർ തലത്തിലെ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ അത് തൽക്കാലം നീക്കി വച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട്. ഇന്നത്തെ ഈ ചർച്ച നടക്കുമോ എന്നുള്ള കാര്യമാണ്. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ധനമന്ത്രി കൊല്ലത്ത് വിവിധ പരിപാടികളിൽ കൊല്ലത്ത് തങ്ങുകയാണ്. സ്വാഭാവികമായ സർക്കാർ തല ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. സെക്രട്ടറി തല ചർച്ചയെങ്കിലും നടന്ന ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ സർക്കാർ ഡോക്ടർമാരെ അറിയിച്ച് അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്, പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. കാരണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഗണ്യമായി തന്നെ ഡോക്ടർമാരുടെ അഭാവമുണ്ട്. ആളുകൾ അവിടേക്ക് എത്തുന്നത് കുറഞ്ഞു. വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നാൾക്കുനാൾ. അലക്സറ മുഹമ്മദ്, ഡോക്ടേഴ്സിൻ്റെ സമരം വല്ലാത്ത ക്ലേശങ്ങൾ രോഗികൾക്ക് ഉണ്ടാക്കുന്നു. പല മെഡിക്കൽ കോളേജുകളുടെയും പ്രവർത്തനം വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അടിയന്തരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം. തെരഞ്ഞെടുപ്പ് കാലമാണ്, എല്ലാവരും വളരെ എൻഗേജാണ്. പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ തന്നെ അവരുടെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ചെറിപ്പാഞ്ഞ് നടക്കുകയാണിപ്പോൾ. എന്നാലും ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അടിയന്തരമായി പരിഹരിക്കാൻ കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.